ഇപ്പോൾ ലോക്സഭയിൽ നടപടികൾ തുടങ്ങി ചർച്ചയ്ക്ക് തുടക്കമാകുമ്പോൾ തന്നെ ബഹളമാകുന്നു. ലോക്സഭാ സ്പീക്കർ അംഗങ്ങൾ ബഹളം വെച്ചതിനെ തുടർന്ന് ലോക്സഭാ സ്പീക്കർ ഇടപെടുന്നത് നമുക്ക് കാണാം. ലോക്സഭയിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളിൽ ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്ക് തുടക്കമാകുമ്പോഴേക്ക് പ്രതിപക്ഷ ബഹളം ഉണ്ടായിരിക്കുന്നു. പ്രതിഷേധവുമായി പ്രതിപക്ഷം സഭയിൽ ബഹളം വെക്കുകയാണ്. അതിന്റെ തത്സമയ ദൃശ്യങ്ങളിലേക്ക് നമുക്ക് പോകാം. ലോക്സഭയിൽ നിന്നുള്ള ലൈവ് വിഷ്വൽസ്. आप सब दल के नेता आए थे, सब दल के नेताओं ने सर्वसम्मति से कहा था कि ऑपरेशन सिंदूर पर चर्चा होगी। आप जो मेरे चेंबर में चर्चा करते हो उसके बाद फिर बेल पे आते हुए उचित है क्या? राजनीतिक दल में और नेताओं में कमिटमेंट भी कुछ बात होती है, या तो आप चर्चा करना चाहते नहीं करना चाहते हैं। मैं फिर आपसे कह रहा हूं, आप ऑपरेशन सिंदूर पे चर्चा चाहते नहीं चाहते? चाहते हैं तो सदन के अंदर अपनी सीट पे बैठिए। सदन स्थगित कर दूं? नहीं करना चाहते आप चर्चा? ऑपरेशन सिंदूर पर चर्चा नहीं करना चाहते? कोई भी मुद्दा बेल में उठाने से किसी मुद्दे पर चर्चा नहीं होगी। संसद के अंदर नियम प्रक्रिया है, नियम प्रक्रिया के तहत बिजनेस एडवाइजरी कमेटी के अंदर चर्चा होती है, उसके बाद मुद्दों पर चर्चा होती है। नो, जो कुछ भी अगर आप नहीं चाहते। സഭയ തുടങ്ങി അതിന്റെ ചർച്ചകളിലേക്ക് കടക്കുന്നതിന് മുൻപ് തന്നെ പ്രതിപക്ഷാംഗങ്ങൾ ബഹളം വെച്ച് ഇറങ്ങിയ സാഹചര്യത്തിൽ സ്പീക്കർ പ്രതിപക്ഷാംഗങ്ങളോട് പറയുന്നത്, നിങ്ങൾ ഓപ്പറേഷൻ സിന്ദൂരിൽ ചർച്ച ആഗ്രഹിക്കുന്നുണ്ടോ എന്നാണ് സ്പീക്കറുടെ ചോദ്യം. അങ്ങനെ ചർച്ച ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ശാന്തരായി അവരവരുടെ സ്ഥാനങ്ങളിൽ പോയി ഇരിക്കണം എന്ന് പറയുന്നു. സ്പീക്കർ എഴുന്നേറ്റ് പോയി സഭ അഡ്ജോൺ ചെയ്തിരിക്കുകയാണ്, സഭ നിർത്തിവെച്ചിരിക്കുകയാണ് താൽക്കാലികമായി. എത്ര മണിവരെ എന്നത് നമുക്ക് പരിശോധിക്കാം. ബൽറാം നെടുങ്ങാടി ഞങ്ങളുടെ പ്രതിനിധിയുണ്ട് വിശദാംശങ്ങളുമായി ഡൽഹിയിൽ നിന്ന്. ബൽറാം, സഭയിൽ ചർച്ച തുടങ്ങുന്നതിന് മുൻപ് തന്നെ പ്രതിപക്ഷാംഗങ്ങൾ ബഹളം വെച്ചിരിക്കുന്നു. സ്പീക്കർ അവരോട് പറയുന്നുണ്ട്, നിങ്ങൾ ഈ ഓപ്പറേഷൻ സിന്ദൂരിൽ നിങ്ങൾ ചർച്ച ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ശാന്തരായി നിങ്ങൾ സ്ഥാനങ്ങളിൽ പോയിരിക്കാൻ പറയുന്നു. പക്ഷേ പ്രതിപക്ഷം ബഹളം തുടരുകയായിരുന്നു. എന്താണ് സഭയിൽ തുടങ്ങിയത്? എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് പ്രതിപക്ഷാംഗങ്ങൾ ചർച്ചയ്ക്ക് മുൻപേ ബഹളം തുടങ്ങിയത്? ജി കെ, പ്രധാനമായും ബീഹാറിലെ വോട്ടർ പട്ടിക പരിഷ്കരണം എന്ന വിഷയം ഉന്നയിച്ചുകൊണ്ട് തന്നെയാണ് പ്രതിപക്ഷാംഗങ്ങൾ നടുത്തളത്തിൽ ഇറങ്ങി പ്രതിഷേധിച്ചത്. രാവിലെ സഭ സമ്മേളിച്ച ഘട്ടത്തിൽ തന്നെ ഈ വിഷയവും ഒപ്പം തന്നെ ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത വിഷയവും ഉയർത്തി പ്രതിപക്ഷം ബഹളമുയർത്തി. ഈ വിഷയങ്ങളിൽ ചർച്ച ആവശ്യപ്പെട്ടുള്ള നോട്ടീസുകൾ പ്രതിപക്ഷാംഗങ്ങൾ നൽകിയിരുന്നു. ഇത് തള്ളിയതിനെ തുടർന്നാണ് പ്രതിഷേധം ഉണ്ടായത്. സ്പീക്കർ ഓം ബിർള ചെയറിലേക്ക് എത്തുന്ന ഘട്ടത്തിൽ തന്നെ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും പ്രതിഷേധം ഉയർന്നിരുന്നു. തുടർന്നാണ് 12 മണിവരെ സഭ പിരിഞ്ഞത്. 12 മണിക്ക് വീണ്ടും സമ്മേളിച്ച ഘട്ടത്തിലും ശൂന്യവേളയിലും ഈ ബഹളം പ്രതിപക്ഷം തുടരുകയായിരുന്നു. ബീഹാറിലെ വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ ചർച്ച ആവശ്യപ്പെട്ടുകൊണ്ടാണ് പ്രതിപക്ഷം മുദ്രാവാക്യം മുഴക്കി നടുത്തളത്തിൽ ഇറങ്ങിയത്. തുടർന്നാണ് സ്പീക്കർ ഓം ബിർള ചെയറിലേക്ക് എത്തുകയും പ്രതിപക്ഷ അംഗങ്ങളോട് നേരത്തെ കഴിഞ്ഞ ദിവസം തന്റെ ചേംബറിൽ വെച്ച് ഭരണ പ്രതിപക്ഷാംഗങ്ങൾ തമ്മിൽ ചർച്ച നടത്തുകയും ഓപ്പറേഷൻ സിന്ദൂറിൽ ചർച്ച എന്ന സമവായത്തിൽ എത്തുകയും ചെയ്തതാണ്. പിന്നെ എന്തുകൊണ്ടാണ് ഇപ്പോൾ ബഹളം ഉയർത്തുന്നത്? സഭ പ്രവർത്തിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ? സിന്ദൂർ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ലേ എന്ന് ചോദിച്ചുകൊണ്ടാണ് സഭ ഇപ്പോൾ 1 മണിവരെ നിർത്തിവെച്ചിരിക്കുന്നത്. 1 മണിക്ക് വീണ്ടും ലോക്സഭ സമ്മേളിക്കും. അതേസമയം നേരത്തെ 11 മണിക്ക് സമ്മേളിച്ച ഘട്ടത്തിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയോട് തങ്ങളുടെ കക്ഷി നേതാക്കളോട് ഇത് സഭയാണ് എന്നും ഇവിടെ വോട്ട് ചെയ്ത് അവരെ അയച്ചിരിക്കുന്നത് ഇത്തരത്തിൽ ബഹളമുണ്ടാക്കാനോ പേപ്പർ കീറിയെറിയാനോ അല്ല എന്ന് ബോധ്യപ്പെടുത്തണം എന്നും ചർച്ച ചെയ്യാമെന്ന ധാരണയിൽ എത്തിയ ശേഷം പിന്നീട് ഇത്തരത്തിൽ ബഹളമുണ്ടാക്കുന്നത് ശരിയല്ല, സഭയുടെ മര്യാദയല്ല എന്നും അദ്ദേഹം ഓർമ്മപ്പെടുത്തിയിരുന്നു. തുടർന്നാണ് വീണ്ടും അതേ പ്രതിഷേധം പ്രതിപക്ഷം ആവർത്തിക്കുകയും ഇപ്പോൾ 1 മണിവരെ ലോക്സഭ നിർത്തിവെക്കുകയും ചെയ്തിരിക്കുന്നത്. അതേസമയം രാജ്യസഭയിലും പ്രതിപക്ഷം ബീഹാർ വിഷയവും ഒപ്പം തന്നെ ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീകളുടെ അറസ്റ്റും ഉന്നയിച്ചുള്ള പ്രതിഷേധം തുടരുകയാണ്. രാജ്യസഭയും 11 മണിക്ക് ആരംഭിച്ച് 12 മണി വരെ പിരിഞ്ഞിരുന്നു. തുടർന്ന് 12 മണിക്ക് ആരംഭിച്ച ഘട്ടത്തിലും പ്രതിഷേധം തുടർന്നതിനെ തുടർന്ന് 2 മണി വരെ പിരിഞ്ഞിരിക്കുകയാണ്. അതായത് ബൽറാം, പാർലമെന്റിന്റെ ഇരു സഭകളും
പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുന്നു. 1 മണിവരെ ലോക്സഭയും രാജ്യസഭ 2 മണിവരെയും നിർത്തിവെച്ചിരിക്കുന്നു എന്നതാണ് ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് നൽകുന്ന വിവരം. ബീഹാറിലെ വോട്ടർ പട്ടിക വിഷയവും അതോടൊപ്പം തന്നെ മലയാളി കന്യാസ്ത്രീകൾ ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ വിഷയവും ഉയർത്തിക്കാട്ടിയാണ് പ്രതിപക്ഷാംഗങ്ങൾ സഭയിൽ ബഹളം വെച്ചത്. സ്പീക്കർ ഓം ബിർള സഭാംഗങ്ങളോട് നിങ്ങൾ ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്ക് വന്നതാണെങ്കിൽ ശാന്തരായി അതത് സ്ഥാനങ്ങളിൽ പോയിരിക്കാൻ അംഗങ്ങളോട് നിർദ്ദേശിച്ചിരുന്നു. പക്ഷേ ബീഹാർ വോട്ടർ പട്ടിക വിഷയവും അതോടൊപ്പം തന്നെ സിസ്റ്റർമാർ കന്യാസ്ത്രീകൾ അറസ്റ്റിലായ വിഷയവും ഉയർത്തിക്കാട്ടിക്കൊണ്ട് പ്രതിപക്ഷാംഗങ്ങൾ നടുത്തളത്തിറങ്ങി ബഹളം വയ്ക്കാൻ തുടങ്ങിയതോടുകൂടി സ്പീക്കർ ഓം ബിർള എഴുന്നേൽക്കുകയും സഭ നിർത്തിവെച്ചതായി അറിയിക്കുകയും ചെയ്തിരുന്നു. അതോടൊപ്പം തന്നെ രാജ്യസഭ തുടങ്ങി സമ്മേളിച്ച ഉടൻ തന്നെ പ്രതിപക്ഷാംഗങ്ങൾ ബഹളം വെച്ചു. അപ്പോൾ 12 മണിവരെ ആദ്യം, അതിനുശേഷം പിന്നീട് 2 മണിവരെ രാജ്യസഭയും നിർത്തിവെച്ചിരിക്കുന്നതാണ് ബൽറാം നെടുങ്ങാടി ഞങ്ങളുടെ പ്രതിനിധി ഡൽഹിയിൽ നിന്ന് നൽകുന്ന റിപ്പോർട്ട്. ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട് 16 മണിക്കൂർ ചർച്ച നടക്കേണ്ട ദിവസമാണ് ഇന്ന്. ഇതിൽ വളരെ ഗുരുതരമായ 2 പ്രധാനപ്പെട്ട വിഷയങ്ങൾ പ്രതിപക്ഷാംഗങ്ങൾ ഇന്ന് സഭയിൽ ഉന്നയിക്കുകയായിരുന്നു. നേരത്തെ തന്നെ ഈ വിഷയങ്ങൾ സഭയിൽ ഇന്ന് ഉന്നയിക്കുമെന്ന വിവരം പ്രതിപക്ഷാംഗങ്ങൾ അറിയിച്ചതാണ്. പ്രതിപക്ഷം ഇന്ന് ഉന്നയിച്ച 2 പ്രധാനപ്പെട്ട വിഷയങ്ങൾ, ഒന്നാം ബീഹാർ വോട്ടെടുപ്പുമായി ബന്ധപ്പെട്ട ഉയർന്നു വരുന്ന വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ ബീഹാർ വിഷയവും അതോടൊപ്പം തന്നെ 2 മലയാളി കന്യാസ്ത്രീകളെ അന്യായമായി അറസ്റ്റ് ചെയ്തിരിക്കുന്നു ഛത്തീസ്ഗഡിൽ എന്ന വിഷയവും ഉയർത്തിക്കൊണ്ടാണ് പ്രതിപക്ഷാംഗങ്ങൾ സഭയിൽ ബഹളം വെച്ചത്. അതിനെ തുടർന്ന് ഇരുസഭകളും പാർലമെന്റിന്റെ ഇരുസഭകളും താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുന്നു. ലോക്സഭ 1 മണിവരെയും രാജ്യസഭ 2 മണിവരെയും നിർത്തിവെച്ചിരിക്കുന്നു എന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ബൽറാം നെടുങ്ങാടി ഞങ്ങളുടെ പ്രതിനിധിയാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.